ദിവ്യകാരുണ്യ ഈശോയാൽ ഏറെ സ്നേഹിക്കപ്പെടുന്നവരെ, പരിശുദ്ധ കുർബാനയുടെ സ്ഥാപന വേളയിൽ ഈശോ പ്രധാനമായും 4 കാര്യങ്ങളാണ് ചെയ്തത്. ഒന്നാമതായി ഈശോ അപ്പം എടുത്തു. രണ്ടാമതായി ഈശോ അപ്പം വാഴ്ത്തി. മൂന്നാമതായി ഈശോ അപ്പം മുറിച്ചു. നാലാമതായി ഈശോ അപ്പം നൽകി. ഈ 4 പ്രവൃത്തികൾക്കും 4 ലക്ഷ്യങ്ങളുണ്ടായിരുന്നു. ഈശോ അപ്പം എടുത്തത് അപ്പം വാഴ്ത്തുവാൻ വേണ്ടിയായിരുന്നു. ഈശോ അപ്പം വാഴ്ത്തിയത് മുറിക്കുവാൻ വേണ്ടിയായിരുന്നു. ഈശോ അപ്പം മുറിച്ചത് നൽകാൻ വേണ്ടിയായിരുന്നു. ഈശോ അപ്പം നൽകിയത് ജീവൻ്റെ സമൃദ്ധി ഉണ്ടാകാൻ വേണ്ടിയായിരുന്നു. ഈശോ അപ്പം എടുത്തു. ബലിജീവിതത്തിൻ്റെ തുടക്കമാണ് ഈശോയുടെ ഈ അപ്പം എടുക്കൽ. നമ്മുടെയൊക്കെ വ്യക്തി ജീവിതങ്ങളെ ഈശോ എപ്രകാരം എടുക്കുന്നുവോ, ഈശോയുടെ കരങ്ങളിലേക്ക് നമുക്ക് നമ്മുടെ ജീവിതങ്ങളെ എപ്രകാരം നൽകുവാൻ സാധിക്കുന്നുവോ, അപ്പോഴാണ് ബലിജീവിതത്തിൻ്റെ ആരംഭം ഉണ്ടാവുക. കൊടുക്കുക എന്നതാണ് ബലിജീവിതത്തിൻ്റെ ആരംഭം. പാപത്തിൽ നിന്നും, പാപ സാഹചര്യങ്ങളിൽ നിന്നും, ലൗകികതയിൽ നിന്നും, ലോകത്തിൻ്റെതായിട്ടുള്ള സുഖ മോഹ ബന്ധങ്ങളിൽ നിന്നും നമ്മുടെ ജീവിതങ്ങളെ പറിച്ച് ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കുക എന്നത് തികച്ചും വേദനാജനകമായ കാര്യം തന്നെയാണ്. ഓർക്കാം, ഇതാണ് ബലിയുടെ ഈറ്റുനോവ്. പൗലോസ്ലീഹ ഇപ്രകാരം പറയുന്നുണ്ട്, നിങ്ങളിൽ ക്രിസ്തു ജനിക്കുന്നത് വരെ ഞാൻ ഈറ്റുനോവ് അനുഭവിക്കുന്നുവെന്ന്. വചനം ഓർമ്മപ്പെടുത്തുന്നു, നിങ്ങൾ ഈ ലോകത്തിന് അനുരൂപരാകരുത്. ഇവിടെ വേർതിരിവിൻ്റെ അംശമുണ്ട്, മാറ്റി നിർത്തപ്പെടലിൻ്റെ ഒരു കാര്യമുണ്ട്. ഉപരി നന്മയ്ക്കു വേണ്ടി മാറ്റി നിർത്തപ്പെടുന്ന ജീവിതമായിട്ട് നമ്മുടെ ജീവിതങ്ങളെ നമുക്ക് മാറ്റാം. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ, ഒഴുക്കിനെതിരെ നീന്തുവാനുള്ള ഒരു ക്ഷണമാണ് ഈശോ ബലിജീവിതത്തിലൂടെ നമുക്ക് നൽകുക. ഒഴുക്കിനെതിരെ നീന്താൻ മനോധൈര്യം വേണം, ശാരീരിക ധൈര്യം വേണം, ബലം വേണം. അതിന് ഈശോയുടെ കൃപയിൽ ആശ്രയിക്കണം. ഇത്തരത്തിൽ ബലിജീവിതത്തിൻ്റെ തുടക്കം കൊടുക്കലാണെങ്കിൽ അതിനുള്ള തുടക്കം ഇന്ന് ആരംഭിക്കട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം. 5 അപ്പം കയ്യിലുണ്ടായിരുന്ന ആ ബാലൻ ആ 5 അപ്പം ഈശോയുടെ കരങ്ങളിലേക്ക് കൊടുക്കുവാൻ സമ്മതിച്ചപ്പോഴാണ് അവിടെ അത്ഭുതം നടന്നത്. ആ ബാലൻ 5 അപ്പം കൊടുക്കാതിരുന്നാൽ ആ അത്ഭുതം അവിടെ നടക്കില്ലായിരുന്നു. നമ്മുടെ ജീവിതങ്ങളെ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കുവാനുള്ള വലിയ ഓർമ്മപ്പെടുത്തൽ ഈശോ നമുക്ക് നൽകുന്നുണ്ട്. ഈശോ അപ്പം എടുത്തു. നമ്മുടെ ജീവിതങ്ങളെയും അവൻ എടുക്കും. എന്തിനു വേണ്ടിയാണ് എടുക്കുന്നത്? അപ്പം എടുത്തത് വാഴ്ത്താനായിരുന്നു. ബലിജീവിതത്തിൻ്റെ തുടക്കം ഇപ്രകാരമുള്ള എടുക്കലാണെങ്കിൽ, നമ്മളെ തന്നെ കർത്താവിൻ്റെ കരങ്ങളിലേക്കുള്ള കൊടുക്കലാണെങ്കിൽ, തീർച്ചയായും നമ്മുടെ ജീവിതങ്ങളെയും നമ്മുടെ ദൈവവിളികളെയും ഈശോ വാഴ്ത്തും എന്നുള്ളത് തീർച്ചയാണ്. രണ്ടാമതായി ഈശോ ചെയ്തത് അപ്പം എടുത്ത് വാഴ്ത്തി എന്നുള്ളതാണ്. എടുത്ത ജീവിതത്തെ വാഴ്ത്തുമ്പോൾ ബലിജീവിതം വളരുന്നു. ബലിജീവിതത്തിൻ്റെ ആരംഭം എടുക്കലാണെങ്കിൽ, വാഴ്ത്തുന്നതിലൂടെ ആ ബലിജീവിതം അതിൻ്റെ വളർച്ചയിലേക്ക് പ്രവേശിക്കുകയാണ്. വാഴ്ത്താത്തതൊന്നും വളരില്ല. വാഴ്ത്തലിലാണ് വളർച്ച. വാഴ്ത്തുന്നതെല്ലാം വളർച്ചയുടെ പാതയിലാണ്. എമ്മാവൂസിലേക്ക് പോയ ശിഷ്യന്മാരുടെ അനുഭവം ഇതുതന്നെയാണ് പറഞ്ഞു വയ്ക്കുക. അതിഥിയായി കണ്ട ക്രിസ്തുവിന് അവർ തങ്ങളുടെ അപ്പം എടുത്തു കൊടുത്തപ്പോൾ അവൻ ആ അപ്പം എടുത്ത് വാഴ്ത്തി തിരികെ ആ ശിഷ്യന്മാർക്ക് തന്നെ നൽകി. അപ്പോൾ അവരുടെ ഹൃദയം ജ്വലിച്ചു, കണ്ണുകൾ തുറക്കപ്പെട്ടു. ഓർക്കാം, വാഴ്ത്തുന്നതിലാണ് വളർച്ചയുള്ളത്. എടുത്തു കൊടുക്കുമ്പോൾ ബലിജീവിതം ആരംഭിക്കുമെങ്കിൽ, എടുത്തുയർത്തി അതിനെ വാഴ്ത്തുമ്പോൾ ഈശോയുടെ അനുഗ്രഹത്തിൻ്റെയും കൃപയുടെയും പ്രതിഫലനമായി നമ്മുടെ ജീവിതങ്ങൾ വളരുവാൻ ആരംഭിക്കും. മുറിക്കുമ്പോഴാണ് പലരുടെയും ആത്മീയത നഷ്ടപ്പെടുക എന്നുള്ളതാണ് സത്യം. വാഴ്ത്തിക്കഴിഞ്ഞ അപ്പം 3ാമത്തെ പ്രോസസ്സിലൂടെ കടന്നു പോകണം. അത് വാഴ്ത്തുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? അത് മുറിക്കുന്നതിന് വേണ്ടിയാണ്. ബലിജീവിതത്തിൽ വളർച്ചയുണ്ടായി അത് കൂടുതൽ ഫലം ചൂടണമെങ്കിൽ അവിടെ മുറിക്കപ്പെടലുകൾ ഉണ്ടായിരിക്കണം. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായത്തിൽ മുന്തിരിച്ചെടിയിൽ ധാരാളം ഫലങ്ങൾ പുറപ്പെടുവിക്കാൻ വെട്ടിയൊരുക്കലുകൾ ആവശ്യമാണെന്ന് വചനം ഓർമ്മപ്പെടുത്തുന്നുണ്ട്. വാഴ്ത്തുന്നതെല്ലാം വളരും. കൂടുതൽ ഫലം ചൂടണമെങ്കിൽ, കൂടുതൽ പുഷ്പിക്കണമെങ്കിൽ ചില മുറിയലുകൾ ആവശ്യമാണ്. ഇപ്രകാരം കർത്താവ് നമ്മെ മുറിക്കാൻ അനുവദിക്കുമ്പോൾ, നമ്മുടെ ജീവിതങ്ങളിൽ കർത്താവ് ഇത്തരത്തിലുള്ള മുറിവുകൾ നൽകുമ്പോൾ, സഹനങ്ങൾ നൽകുമ്പോൾ, സ്നേഹത്തോടുകൂടി അത് സ്വീകരിക്കുവാൻ കഴിയുമ്പോൾ മാത്രമേ, ആത്മീയതയിൽ ജീവിക്കാൻ കഴിയുമ്പോൾ മാത്രമേ അവിടെ കൂടുതൽ ഫലങ്ങൾ ഉണ്ടാവുകയുള്ളൂ എന്നുള്ള തിരിച്ചറിവ് നമുക്ക് സ്വന്തമാക്കാം. അവസാനമായി ഈശോ ചെയ്തത്, ഈശോ നൽകി എന്നുള്ളതാണ്. നിന്റെ തന്നെ ജീവൻ്റെ സമൃദ്ധിക്ക് വേണ്ടിയും മറ്റുള്ളവരുടെ ജീവൻ്റെ സമൃദ്ധിക്ക് വേണ്ടിയിട്ടുമാണ് ഈശോ സ്വന്തം ജീവിതത്തെ നൽകുക.
അവരനു വേണ്ടി സമർപ്പിക്കപ്പെടുന്ന ജീവിതങ്ങൾ ക്രിസ്തുവിൻ്റെ സാന്നിധ്യത്തിലൂടെ കൂടുതൽ അനുഗ്രഹപ്രദമാക്കി മാറ്റുവാനുള്ള വലിയ ഒരു ക്ഷണം ഈശോ നമുക്ക് നൽകുന്നുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 15:13 സ്നേഹിതന് വേണ്ടി ജീവൻ അർപ്പിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല. ഈശോ എടുത്തു, ഈശോ വാഴ്ത്തി, ഈശോ മുറിച്ചു, ഈശോ നൽകുമ്പോൾ അവിടെ ജീവൻ്റെ സമൃദ്ധി ഉണ്ടാകുന്നു. നിത്യജീവൻ നമ്മൾ സ്വന്തമാക്കുന്നു. ഇപ്രകാരം നമ്മിലൂടെ അപരൻ നിത്യജീവൻ സ്വന്തമാക്കുവാൻ സാധിക്കുമ്പോൾ തീർച്ചയായും ദൈവത്തിൻ്റെ മുൻപിൽ നമ്മുടെയൊക്കെ സമർപ്പണങ്ങൾ എത്രയോ വിലയേറിയതായിരിക്കും എന്ന് നമുക്ക് ധ്യാനിക്കാം. അപ്പം ഭക്ഷിച്ചവൻ്റെ വയറു മാത്രമല്ല ഈശോ അത്ഭുതത്തിലൂടെ നിറച്ചത്, മറിച്ച് ആത്മാവിനെ നിറച്ചു, മനസ്സ് നിറച്ചു, ഹൃദയത്തെ നിറച്ചു. നമ്മുടെ സാന്നിധ്യവും നമ്മുടെ പ്രവർത്തനങ്ങളുമെല്ലാം ഇപ്രകാരം മറ്റുള്ളവൻ്റെ വയറു നിറയ്ക്കുന്നതിനപ്പുറം ആത്മാവിനെയും ഹൃദയത്തെയും മനസ്സിനെയും നിറയ്ക്കാൻ ഉതകുന്നതാകണമെങ്കിൽ ഈശോയുടെ കരങ്ങളിലേക്ക് പൂർണ്ണമായി വിട്ടു നൽകി അവൻ്റെ വാഴ്ത്തലിനും അവൻ മുറിക്കുന്നതിനും നമ്മെ പൂർണ്ണമായി വിട്ടുകൊടുത്ത് അവൻ വഴി നമ്മുടെ ജീവിതങ്ങളെ മറ്റുള്ളവർക്കായി പകർന്നു കൊടുക്കുവാൻ, നൽകുവാൻ നമുക്ക് നമ്മെ തന്നെ വിട്ടുകൊടുക്കാം. വിശുദ്ധ കുർബാനയുമായി ബന്ധപ്പെട്ട വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.